Happy birthday, Mama. You're the best mother in the world. From a daydreamer girl to champion one, a great daughter, mother, wife, sister, niece, aunt, and with a dozen other roles, she is a star at the work too, a real-life superhero who somehow manages to keep all those plates spinning without ever losing her shine. Truly, you are the greatest show I have ever seen, Ashi. Your determination and resilience is an inspiring story to be told. നീ എങ്ങു പോകിലും അകലേക്കുമായാലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി ആരാധികേ. ആശുമോളെ 35 വർഷം. ആശുമോൾക്ക് 35ാമത്തെ വയസ്സാണ്. നമുക്ക് ആരോഗ്യനെ പറ്റുന്നില്ല. 35 നമ്മള് ഇത്ര 16 കൊല്ലം ലക്ഷ്മണ എൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിയില്ലെല്ലാം ചെറുമനെ വിട്ടിട്ട്. ഏതായാലും നിങ്ങൾ നല്ല ജീവിതത്തിന് ശേഷം ആശംസകൾ അർപ്പിക്കുന്നു. സർദാനെ പോലെ അല്ല ഭർത്താവിനെയോ ധാനെ പോലെ അല്ല മോനെയോ എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ആരോഗ്യവും ആഗ്രഹവും നമുക്ക് എല്ലാം ദർശനമൊക്കെ. അതേ നമുക്ക് ഒരു കാര്യത്തിൽ സങ്കടമുണ്ട്. നമുക്ക് പറഞ്ഞോ എൻ്റെ കുട്ടി നിൽക്കാൻ കഴിയണം. വേറെ വളരെ സന്തോഷം തന്നെ എൻ്റെ ജീവിതത്തിൽ ആരോഗ്യം. 35 വർഷം ആരോഗ്യം മുഴുവൻ 35 വയസ്സായിരുന്നു. ചെറുപ്പത്തിൽ ആരോഗ്യം എന്തായാലും നല്ല ജീവിതം തന്നെ എനിക്ക് കിട്ടട്ടെ. ആശ്വാസങ്ങൾ ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾക്ക് അല്ലേ. അതിന് ശരി മോളെ. എന്നെ ഹാപ്പി ബർത്ത്ഡേ എനിക്ക് 100 ആഴ്ച നേടിത്തരട്ടെ. ഹായ് ഹഷി, പപ്പന്റെ ചക്കരമുത്ത്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അശ്മോളെ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാനുള്ള ജീവിതം ഉണ്ടാവട്ടെ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ. Aishta, I hope you have a fantastic birthday this year. ഹാപ്പി ബർത്ത്ഡേ അശ്മോളു. പഠിച്ചോനെ മോക്ക് സന്തോഷവും സമാധാനവും. ഹാപ്പി ബർത്ത്ഡേ അജി. അതായത് നാട്ടിലുണ്ടെങ്കിലും ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷിക്കും. നിങ്ങളെന്നെ ബിരിയാണിക്ക് ആഘോഷിക്കും. Happy birthday, Ashta. May Allah bless you with lots and lots of happiness, good health, success, and may He bless you with little baby girl this year, inshallah. Okay. ഹാപ്പി ബർത്ത്ഡേ അഷ്താത്ത. മേ ഗോഡ് ബ്ലസ് യു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ബില്ല് അയച്ചു തന്നാൽ പൈസ അയച്ചു തരാൻ ഇനിയും അഷ്താത്ത നല്ല ഹെൽത്തി ആയിട്ടും സന്തോഷത്തോടെയും മുമ്പോട്ട് പോട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അശി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് അഷി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻജോയ് യുവർ ഡേ. ഹാപ്പി ബർത്ത്ഡേ അശി. ഹാപ്പി ബർത്ത്ഡേ അശി. അശിൻ്റെ ബർത്ത്ഡേ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചെറുതാകുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് നല്ല ഓർമ്മയുണ്ട്.
നടക്കാത്ത വീടും വിളിച്ചൊക്കെ. അത് തീരെ മറക്കൂല. എവറി ഇയർ അത് മനസ്സിലുണ്ടെന്താനും എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട്. പിന്നെ വേറൊരു സീക്രട്ട് എന്താണെന്ന് എനിക്ക് നല്ല അറിയാം. എന്താ കാരണം എൻ്റെ ബർത്ത്ഡേ മറക്കാത്തതിന്. അസ്സലാമലൈക്കും. Hi Ashi. Happy birthday Moti. ഹാപ്പി ബർത്ത്ഡേ അശി. Ashi, you ended our life about 14 years back. You brought happiness and joy to our life, our entire life. You are a good daughter-in-law, a good sister-in-law, a good aunt. Above all, you loved all our family, and all our family loved you also. Many happy returns of the day. Happy birthday. Many more happy returns of the day, Ashi. We always love you. Stay blessed. Happy birthday, Ashimai. Happy birthday, Ashita. Happy birthday, Ashi. May Allah fulfill all your wishes and dreams and grant you a lifetime of happiness, inshallah. ടിറ്റുവാക്ക പറഞ്ഞത് ഒരു 30 to 40 സെക്കൻഡ്സിലെ വീഡിയോ ഉണ്ടാക്കാനാണ്. നമ്മളെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആ ഒരു 30 to 40 സെക്കൻഡ്സിൽ പറഞ്ഞാൽ തീരൂല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ബട്ട് ആസ് ഓൾവേസ് ഐ സേ അഷി, യു ആർ നെവർ എ സിസ്റ്റർ ഇൻ ലോ ടു മി, യു ആർ ഓൾവേസ് എ സിസ്റ്റർ. എന്തുണ്ടെങ്കിലും പക്ഷേ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ ആയിട്ട്, അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് ഇനി അങ്ങോട്ട് ഉണ്ടാവും എന്നുള്ളതും എനിക്കറിയാം. സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നും എനിക്കറിയാം. പിന്നെന്താണ്, പിന്നെ നിങ്ങൾക്ക് നമ്മളെ കാർ പെർമനൻസിന്റെ ബെഞ്ച് മാർക്ക് മരുമോളല്ലേ. നിങ്ങൾക്ക് പണ്ടെപ്പോഴോ ഉമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ, അഷിമോളെ പോലത്തെ ഒരു മരുമോളെന്ന് പണ്ട് കേട്ടോ. ഇപ്പൊ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ നമ്മളൊരു ബെഞ്ച് മാർക്ക് മരുമോളായിട്ടാണ് കൺസിഡർ ചെയ്തത്. Inshallah, once again, happy birthday. May Allah grant all the wishes of your heart this year and always, inshallah. Happy birthday, Ashimai. Happy birthday. Happy birthday Ashimai. Ashitata. Ashi. Ashimai. Ashimai. Bye bye. Bye bye. അഷ്താത്ത പറയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ പെട്ടെന്ന് ക്ലോസ് ആയ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് അഷ്താത്ത. ഞാനങ്ങനെ പെട്ടെന്ന് ക്ലോസ് ആയി, അഷ്താത്തനായിട്ട് പെട്ടെന്ന് ക്ലോസ് ആയി. പെട്ടെന്ന് എന്താ പറയുക, എൻ്റെ സിസ്റ്റർ പോലെ ആയി. ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അഷ്താത്തനായിട്ട്. ഇപ്പം എൻ്റെ കല്യാണമായപ്പോൾ ഞാൻ ഫസ്റ്റ് എല്ലാ സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അഷ്താത്തനായിട്ട്. എൻ്റെ ഡ്രസ്സ്, ഷാദിൻ്റെ ഡ്രസ്സ് എടുക്കുന്നത്, ഇവൻ ഗോൾഡ് എടുക്കുന്നത് വരെ എല്ലാ സജഷൻസും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അഷ്താത്തനായിട്ടായിരുന്നു. അപ്പോൾ ഇതിന് കാണാൻ പറ്റുന്നതിന് വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല. ഫണ്ട് കളിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചത്, നടന്നില്ല. എനിവേ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദാറ്റ് യുവർ ലൈഫ് ബി ആസ് ബ്യൂട്ടിഫുൾ ആസ് യു ആർ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ അഷ്മോളെ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിന്നെ ഞാൻ 2 വാക്ക് എൻ്റെ മകളായിട്ട് അഷിനെ പറ്റി പറയാൻ വിചാരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന 2ാമത്തെ മരുമകളാണ് അഷി. പക്ഷേ അവളെ ഞാനൊന്നും മരുമകളായിട്ടല്ല കാണുന്നത്, മകളായിട്ട് തന്നെയാണ്. അത്രയും നമ്മളോടൊക്കെ സ്നേഹവും ആത്മാർത്ഥമായ സ്നേഹമുള്ളൊരു മോളാണ് അഷി. പിന്നെ അബുദാബിയിലായിരുന്നപ്പോൾ അവരെല്ലാ വീക്കെൻഡിലും അവർ പടമോളിട്ട് വരാറുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി കാണാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവളുടെ ഫാദമോളോടും മിറ്റോടൊക്കെ സ്വന്തം റിലേറ്റീവ്സ് മാറിയായിരുന്നു പെരുമാറുന്നത്. അവളുടെ സ്നേഹം വല്ലാത്തൊരു സ്നേഹം തന്നെയായിരുന്നു. അസ്സലാമു അലൈക്കും. അഷിയെക്കുറിച്ച് 2 വാക്ക് പറയാന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. പണ്ട് നമ്മൾ അബുദാബിയിലൊക്കെ ഒരുമിച്ചായിരുന്നു, അപ്പോൾ ആ തമാശകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടിറ്റുവിൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു സ്ട്രോങ് ലേഡിയാണ് അഷി. പിന്നെ അഷിക്ക് വേർതിരിവില്ല. ടിറ്റുവിൻ്റെ സൈഡിൽ എല്ലാവരും സ്വന്തം കുടുംബം പോലെ, സ്വന്തം ആൾക്കാരല്ലേ, വ്യത്യാസമല്ല. അതുപോലെ തന്നെ അടുത്താണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ടിറ്റു ഫഹദ ഒക്കെ ഒന്നിച്ചാണല്ലോ വളർന്നത്. അപ്പോൾ അഷിയും വന്ന് നമ്മുടെ കൂടെ ഉണ്ട്, ഒന്നിച്ച് വളർന്നതാണെന്നൊരു ചിന്തയാണ്. അങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക അടുപ്പാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. Happy birthday, Ashitata. ഹാപ്പി ബർത്ത്ഡേ അഷിമോളെ.
അശ്മോളെ കുറിച്ച് എന്താ പറയാ, എനിക്ക് കാണാൻ വന്നപ്പോൾ ഉള്ള ഒരു ഓർമ്മയാണ്. ടിറ്റുവിന് നല്ല മാച്ചായിട്ടുള്ള പെണ്ണാണെന്ന് ഞാനാണ് പറഞ്ഞത്. അത് മതിയെന്ന് എനിക്ക് തോന്നി, അത് മതിയെന്ന്. ഹാപ്പി ബർത്ത്ഡേ ആഷി. ആഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഒരാളുടെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ലെങ്കിൽ ആഷിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഇതിന് ഏറ്റവും യോജിക്കുന്ന ഒരാളാണ് ആഷി. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത്. അതിപ്പോൾ ആഷിനെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലായാലും ഭർത്താവിൻ്റെ അമ്മൻ്റെ കുടുംബത്തിലും ഉപ്പൻ്റെ കുടുംബത്തിലും ഒക്കെ എല്ലാവരും ഒരേപോലെ കൂട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അപാര സിദ്ധിയുള്ള കുട്ടിയാണ്. അൽഹംദുലില്ലാ. ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ അഷ്താത്ത. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അശ്വിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്, ഇഷ്ടംപോലെ. ഞാൻ ഖത്തറിലുള്ളപ്പോൾ പിന്നെ 2 പ്രാവശ്യം പോയപ്പോഴും അവിടെ ടിറ്റിൻ്റെ അടുത്ത് ആയിരുന്നല്ലോ നിന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും പിന്നെ വീട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ ഓരോ കഥകൾ പറയായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറിൽ കൂടുതൽ തന്നെ സംസാരിച്ച് ഇത് നാട്ടിലെ വിശേഷങ്ങൾ, ഓരോരുത്തരെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ, പിന്നെ എന്താണ് മുമ്പത്തതും ഇപ്പോഴത്തും ഒക്കെ പറയും. അതൊരു രസം തന്നെയായിരുന്നു. പിന്നെ ഒരു മനസ്സിലൊന്നും പുറത്തൊന്നും ഉള്ള വേറൊന്നും ആയിട്ടുള്ള സ്വഭാവമല്ല. എന്താണോ മനസ്സ് അതാണ് അഷി. അത് അത്രയും ക്ലിയറുള്ള എന്താണെങ്കിലും പിന്നെ തുറന്നു പറയുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഫാറൂഖൊക്കെ ആയിട്ട് ഭയങ്കര അടിയാണ്. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അന്തം വിട്ട് രണ്ടാണ് വർത്താനം പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ അഷിമോളെ. ആയുസ്സും ആരോഗ്യവും എല്ലാ ഇതും തരട്ടെ അല്ലാഹു. ഹാപ്പി ബർത്ത്ഡേ ടു അച്ചി. Happy birthday. Have a wonderful year and let's make that trip happen this year. Hi Ashi. Happy birthday. Happy birthday Ashi. Happy birthday auntie. Many more happy returns of the day Ashi. Hope to see you soon. ഹലോ അഷി. കാലങ്ങളൊക്കെ കുറേ ആയി. ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ ഫാമിലി വുമൺ ആയിട്ടുണ്ടാവും. റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവുന്ന ഉറപ്പില്ല, എന്നാലും ഷെജാദ് ഖാൻ്റെ കൂടെ ആയതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ. എന്തായാലും നമുക്കിപ്പോഴും ആ പഴയ രാജഗിരി ആഷി, പഠിപ്പിസ്റ്റായ നമ്മുടെ കുറേ പബ്സ് ലൈവൊക്കെ വായി തന്ന, പിന്നെ ഏത് ന്യൂസും ആദ്യം കിട്ടുന്ന, ന്യൂസ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ന്യൂസ് കിട്ടുന്ന ഷാർപ്പ് മൈൻഡായ ആഷി. അപ്പോൾ എല്ലാവിധ ചെറുപ്പം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകളും. അപ്പോൾ ഇതിനുള്ള പബ്സ് ലൈവും പെൻഡിങ് ആണ്. ഹാവ് എ ഗ്രേറ്റ് വൺ ആഷി. ചിയേഴ്സ്. അഷി ഹാപ്പി ബർത്ത്ഡേ. നമ്മളൊക്കെ ഓർമ്മ ഉണ്ടോ? എന്നൊക്കെ എത്ര തീറ്റിച്ച് പോറ്റിയതാണ് നമ്മള്. പണ്ട് രാജേരിന്നൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് പറയുമ്പോൾ അപ്പം കൊണ്ടുപോകും. നമുക്ക് എന്തെങ്കിലും വേണോ, കുടിക്കാനോ തിന്നാനോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. ഓ അതിൻ്റെ ഒന്ന് കണക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മളാരും കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ഓർക്കാം എപ്പോഴെങ്കിലും. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അഷി. അങ്ങനെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 35ഓ 36ഓ? എനിവേ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. You're the best mother in the world. You are the best show I have ever seen. Happy birthday Ashi. Happy birthday.